സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തുണിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പേപ്പറിൽ ഇതേപോലെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാനിതിൽ ഈ നെക്കിൽ ഡിസൈന് വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് പെന്ന് വെച്ചിട്ടാണ് ഞാൻ തുണിയിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിസൈന് തുന്നി കൊടുക്കുമ്പോൾ ആ മാർക്കിംഗ് ഒന്നും കാണില്ല. ഇപ്പോൾ ഈ വരച്ചു കൊടുത്തിട്ടുള്ളതിൽ എങ്ങനെയാണ് നമ്മൾ തുന്നുന്നതെന്നൊന്ന് നോക്കാം. നോർമലായിട്ടുള്ള ലീഫ് സ്റ്റിച്ചാണ് ഞാനിതിൽ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു റെഡ് കളറ് ത്രെഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ആങ്കർ ത്രെഡാണ്. അതിൽ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് തുന്നുന്നത്. നമ്മൾ നോർമൽ എംബ്രോയ്ഡറി നീഡിൽ വെച്ചിട്ടാണ് തുന്നുന്നത്. അതിൻ്റെ സൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇതിന് ഒരു ഭാഗത്ത് മാത്രം കെട്ടിയിട്ട് കൊടുത്തിട്ടാണ് തുന്നുന്നത്. ഈ വരച്ചിട്ടിലിനെ ഒരു അറ്റത്തായിട്ട് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് തുടങ്ങാം. ഇനി അതിൻ്റെ നേരെ താഴെയായിട്ടാണ് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് ഒന്ന് വലിച്ചു നോക്കുക. അപ്പോൾ നമുക്കൊരു സ്റ്റിച്ച് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ താഴെ ഒരു സ്റ്റിച്ച് കൊടുത്തില്ലേ, അതേപോലെ വീണ്ടും അതിൻ്റെ താഴത്തായിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് വലിച്ചെടുക്കാം. അതിന് ഒരുപാട് ഗ്യാപ്പ് വേണ്ട. ഏകദേശം ആ ഒരു ഹോളിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മൾ കുത്തിയെടുത്തിട്ട് റൈറ്റ് സൈഡിലേക്കും ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ വരച്ചു കൊടുത്തിട്ടുള്ള ഔട്ട്ലൈനിൽ കൂടെ മാത്രം നമുക്കിതിങ്ങനെ വരച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ഡിസൈന് കിട്ടും. കണ്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ഡിസൈൻ മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പെന്ന് കൊണ്ട് വരച്ച ആ ഒരു മാർക്കിംഗ് ഒന്നും അതിൽ കാണുന്നുമില്ല. ഇതേപോലെ തന്നെ ബാക്കി 2 ഷേപ്പും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ ഇപ്പുറത്തത് വേറൊരു കളർ നൂൽ വെച്ചിട്ടും ചെയ്യാം. കണ്ടോ, ഇത് മുഴുവനായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ റെഡും വൈറ്റും ത്രെഡ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇതേപോലത്തെ വൈറ്റ് കളറുള്ള ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗോൾഡൻ കളർ ബീഡ്സ് വെച്ച് കൊടുക്കാം. അതിന് പകരം സീക്വൻസ് വെച്ച് കൊടുക്കാം, ട്യൂബ് ബീഡ്സ് വെച്ച് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ടായിരിക്കും. പിന്നെ നമ്മളെടുക്കുന്ന ക്ലോത്തിന് മാച്ചായിരിക്കണം എടുക്കുന്ന നൂലും അതുപോലെ തന്നെ ബീഡ്സൊക്കെ. അപ്പം ഞാനിത് എടുത്തിട്ടുള്ളത് റെഡും വൈറ്റും ആണ്. അപ്പം നമുക്കിതിനോട് മാച്ചായിട്ട് റെഡ് ഷോള് പാൻറ്റ്, വൈറ്റ് ഷോള് പാൻറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്